അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുകൊണ്ട് രോഗികളെ പീഡിതരെ ആശുപത്രി കഴിയുന്നവരെ സാമ്പത്തിക ബാധ്യത ശ്രമിക്കുന്നവരെ ഉടമയെടുത്തതിന് ശേഷം കർത്താവേ അടയാളങ്ങൾ നോക്കി പാർക്കുന്നതോടൊപ്പം കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ആകാശത്തിൽ നിന്ന് മഞ്ഞ പൊഴിച്ച കർത്താവേ അനുഗ്രഹങ്ങളെ പൊഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷാപരത്തോടെ അടിപ്പട പോലെ ദൈവികമായ ശക്തി ശരീരത്തിലെ മനസ്സിലെ ആത്മാവിലെ ജീവിത രംഗങ്ങളിലെ കൃപ ചൊരിയട്ടെ. വളരെയേറെ തീഷ്ണമായ ദൈവസ്നേഹത്തോടെ ദൈവഭക്തിയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ അങ്ങ് ജീവിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കുർബാനയിലെ സ്വർഗീയ ജ്വലിപ്പോടുകൂടി ഇളങ്ങി നിൽക്കുന്ന ഈ അഭിഷേക നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അതിനെ ആനുപാതികമായ ആരാധനയ്ക്ക് യോഗ്യമായ സ്തുതിപ്പുകളാൽ അക്ഷരങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധനയ്ക്ക് യോഗ്യമായ വിശ്വാസത്താൽ യോഗ്യമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ആരാധന 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 പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന 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 അതീവമായ വിശ്വാസം, അതീവ സ്നേഹം, അതീവ പ്രത്യാശ, അതീവ ശരണം, ഇതെല്ലാം കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ആൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കാരണം അവൻ തൻ്റെ വിശുദ്ധ ശരീരത്താൽ അതിലനുഭവിച്ച പീഡാസകനങ്ങളാൽ അതിനേക്കാളുപരി ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ പിതാവിൻ്റെ പക്ഷത്തു നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മാനവരാശിയുടെ ഉത്ഥാനത്തിന് വേണ്ടി സ്വന്തം ശരീരവും സ്വന്തം ജീവനും നമുക്ക് വേണ്ടി ചൊരിഞ്ഞവൻ, പിതാവായ ദൈവം സർവ്വമഹത്വത്തോടെ ഉയർത്തുന്നേറ്റവൻ, ഒരു തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുവാൻ വേണ്ടി മാത്രമേ എളിമ കാണിച്ചവൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്
മരുഭൂമിയിലേക്ക് തൻ്റെ മക്കളെ അവിടുന്ന് വാഗ്ദാന നാട്ടിലേക്ക് പറഞ്ഞേക്കണത്. ഏതെങ്കിലും ഒരു ക്ലേശങ്ങളിലൂടെയാണ് എൻ്റെ സഹോദരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് ആദ്യമായി അവസാനം പറയുന്നത് ഇതാണ്: ഇന്ന് കാണുന്ന ക്ലേശങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. പക്ഷേ ദൈവവേദലേ, ഈ ക്ലേശകാലത്ത് ദൈവം ആരാണെന്ന് നീ അറിയണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വചനം വായിച്ചത് എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ മഹത്വം കർത്താവേ. ഹല്ലേലൂയ 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 യേശുവേ സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ. യേശുവേ ആരാധന. ജെറമ്യാ 29:14 തിരുവചനം. നിങ്ങൾ എന്നെ കണ്ടെത്താൻ പറഞ്ഞേ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇപ്പം 2 തരത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ ഇതിന് സമാനമായ വേറൊരു വചനമുണ്ട്. എന്താ ഈ വചനം എന്ന് പറയുന്നത്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടപടിയിൽ വരുത്തുന്നത്. എന്തനുഭവങ്ങൾ നമുക്കുണ്ടായാലും അതിനെല്ലാം കർത്താവിൻ്റെ വാഗ്ദാനമുണ്ടാകും, വാക്കിൻ്റെ ദാനമുണ്ടാകും. അല്ലാതെ വചനത്തിലില്ലാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തനുഭവിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സന്ധ്യ അജി എന്ന് പറഞ്ഞ ഒരു മോളാണ്, പുനലൂരെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് കൈക്ക് അലർജിയാണ്. 10 വർഷമായിട്ടുള്ള അലർജിയാണ് ഈ സന്ധ്യ അച്ചിക്ക്. 10 വർഷമായിട്ട് കൈ ഇങ്ങനെ പൊട്ടി അളിഞ്ഞിരിക്കുന്നതാണ്. സന്ധ്യ അജിയുടെ ഒരൊറ്റ സാക്ഷ്യം വെച്ചാൽ അവർ ഓൺലൈനാണ് ഉടമ്പടി ആദ്യം ചെയ്തത്. പക്ഷേ 10 വർഷമാണെന്ന് ഓർക്കണം. ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കറിയാം കൃപാസനത്തിൽ ദൈവം 3-4 അനുഗ്രഹത്തിൻ്റെ ചാലുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓൺലൈൻ ഉടമ്പടി, അതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ്. ലോകത്തുള്ള എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരു അത്യാഹിത സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിനെ ഫോൺ ചെയ്ത് ആളെ കിട്ടിയോ ഇല്ലയോ ഒന്നുമില്ല, കമ്പ്യൂട്ടർ എടുത്തതിന് ശേഷം ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ് കൃപാസനം മരിയൻ്റെ അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം കൃപാസനത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലെ കൃപാസനത്തിൻ്റെ ആത്മീയ ആസ്തികളിലേക്ക്. ആത്മീയ ആസ്തികളെന്ന് പറയുന്നത് എന്താണ്? 1987 മുതൽ ഇന്ന് വരെ എങ്ങനെയായാലും ഒരു 100 കോടി ജപമാല ചൊല്ലി കാണാം. കൃപാസനത്തിലെ ആയിരക്കണക്കിന് പ്രേക്ഷിതരെ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് കൺവെൻഷൻ്റെ ഉണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഉൾപ്പെടെ ഈ 32 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ ആ ആസ്തികളിലേക്കാണ് നിങ്ങൾ വിടുന്നത്. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് പേര് കുത്തിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആ ഒരു ശുഷ്കമായ ആസ്തികളിലേക്കല്ല. നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ലൈറ്റക്കാൻ്റെ പേരൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു 100 കോടി ജപമാലയുടെ ആസ്തികളിലേക്കും അത്രയും തന്നെയുള്ള അതുപോലെയുള്ള കൃപാസനം നടത്തിയുള്ള ആരാധനകൾ, ഉപവാസങ്ങൾ, അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ കർത്താവിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സുവിശേഷ സാക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ അറ്റ കൈക്ക് നിങ്ങളെ വേദനയോടെ ഒരു വിഷയം പറയുമ്പോൾ ആദ്യം നമ്മളെ സഡൻ റിലീഫ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതാ ലൈറ്റ് ആൻഡ് റിപ്പയർ റിക്വസ്റ്റിൻ്റെ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ മാനിഫെസ്റ്റോ വായിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാണ് അനുഗ്രഹമായി മാറണമെന്ന്. കാര്യം നമുക്കറിയാമല്ലോ, നമ്മളെ വിശുദ്ധന്മാർക്ക് ആത്മീയമായ ഇടിവെപ്പില്ലേ ഇല്ലേ? നമ്മളുടെ വിശുദ്ധന്മാരുടെ അല്ലെ സഭയുടെ പുണ്യന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശുദ്ധ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പുണ്യാളന്മാരുടെ പുണ്യപ്രവർത്തികളുണ്ട്, അവിടെ ജീവത്യാഗങ്ങളുണ്ട്, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ളവരുടെ രക്തസാക്ഷിത്വമുണ്ട്. അത് മഹത്തായ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു നിക്ഷേപമാണ്, പുണ്യത്തിൻ്റെ നിക്ഷേപമാണ്. അത് സഭയുടെ അവർ വിജയസഭയിലുള്ള ആൾക്കാരാണ്. നമ്മളെ സഹനസഭയുടെ കാലങ്ങളിലേക്ക് അല്ലേ നമുക്ക് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് മാധ്യസ്ഥമാണ്, സിമ്പിൾ മാധ്യസ്ഥമാണ്. യേശുവിൻ്റെ കാലത്ത് പോലും വിജാതിയർ പോലും
ഇപ്പം യഹൂദ പ്രമാണികൾ വന്നിട്ട് ശതാധിപന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കണ്ടില്ലേ? അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. ഇപ്പം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോഴേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 യേശുവേ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7:5, അതായത് ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നതിന് യഹൂദ പുരോഹിതന്മാർ പ്രമാണികൾ വരുന്നതാണ്. പക്ഷെ അവർ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് നോക്കിയേ. ലൂക്കാസ് സുവിശേഷം 7:5, അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഇപ്പം ഈശോ തന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പം ഈ ഓൺലൈനിൽ ഇപ്പം ഈശോ തന്ന സന്ദേശമാണിത്. അതായത് ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 100 പട്ടാളക്കാരുടെ അധിപൻ. ആരുടെ ഓഫീസറാണ് അയാൾ? അയാൾ റോമൻ ഓഫീസറാണ്. റോമൻ ഓഫീസർ ആരാണ്? യഹൂദനല്ലാത്ത യഹൂദർക്ക് വിജാതീയനായ റോമൻ ഓഫീസറിൻ്റെ ഭൃത്യനാണ് അസുഖം ബാധിച്ച് കിടക്കുന്നത്. അപ്പോഴേ ശതാധിപന് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരാവുന്നതിന് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്തൊരു എളിമയോടെയാണ് മനുഷ്യൻ പറയണത്. അങ്ങനെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവിൻ്റെ അടുത്ത് മുമ്പിലൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസ്പോസിഷൻ അല്ലെങ്കിൽ പണിയായിരിക്കും. കാര്യം ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറണം. പല ആൾക്കാർക്കും വരുന്ന അനുഭവങ്ങൾ എന്താ വെച്ചാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറുന്നില്ല. ഇപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ വാതിക്ക് പോകുമ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകണമെങ്കിലും ദേവാലയം കണ്ടാൽ പാഞ്ഞു പോകുന്നു. ചിലപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ആ സ്പീഡിൽ തന്നെ വന്ന് തല ഒടിച്ചിടും. അവിടെ എന്താ കാര്യം? അതിൽ ഈശോ ഇരിപ്പുണ്ടെന്നൊരു ബോധമാണ്. വിശ്വാസമെന്ന് പറയുന്നത് എല്ലാത്തിനേക്കാൾ ഒരു പ്രഖ്യാപനം എന്നതിനേക്കാളുപരി പ്രഖ്യാപനം പിന്നീട് വരുന്നതാണ്. പക്ഷെ ആദ്യം വരുന്നത് ബോധമാണ്. ബോധം ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം വന്നാൽ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ ശതാധിപന് ഭയങ്കര ബോധമാണ് ഈശോയെക്കുറിച്ച്. അയാൾ എന്താ പറയണത്? അയാൾ പറയാൻ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അവൻ വീടിനോടടുക്കാറായപ്പോൾ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അതാണ് സംഭവം. ശതാധിപൻ തിരിച്ചു വരെ ഭൃത്യന്മാരുടെ പുറകെ അയാൾ എത്തുകയാണ് ഈശോയുടെ അടുത്ത്. പക്ഷേ ആ എത്തലൊരു ഒരു വല്ലാത്തൊരു എത്തലായിപ്പോയി. എന്നിട്ട് ഈ മനുഷ്യൻ പറയണ വാക്കുകൾ ഭയങ്കരമാണ്. എന്താണ്? കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടണ്ട. പിന്നെന്താ പറയണത്? അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് സംഭവം. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. എൻ്റെ മക്കളെ, ഇത് പറയണതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയും. പക്ഷേ അതല്ല പ്രശ്നം. ഇതിന് ഒരു അഭിഷേക ലെവലുണ്ട്. അയാൾ അങ്ങനത്തെ പറഞ്ഞതാണ്, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്ത് പറ്റും? എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പിന്നെ അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അധികാരമുണ്ട്. അധികാരത്തിന് വിധേയനാണ്. സീസറിൻ്റെ കീഴിലുള്ള ഓഫീസറാണ്. തൻ്റെ കീഴിൽ പടയാളികളുണ്ട്. പക്ഷേ ഒരാളോട് പോകാൻ പറയുമ്പോൾ അയാൾ പോകുന്നു, വരാൻ പറയുമ്പോൾ വരുന്നു. എല്ലാം എൻ്റെ ഒരു കൺകോണിൻ്റെ കൽപ്പനയിലാണ് ഞാൻ ഇവിടെ അത്രയും അധികാരം ജീവിക്കുകയാണ്. പക്ഷേ നീ ഇത്രയും പൊസിഷൻ എനിക്കുണ്ട്. പക്ഷേ അതൊന്നും ഒരു കഥയില്ല നിൻ്റെ മുമ്പിൽ വരുമ്പോൾ. ഇങ്ങനെ വല്ലാത്ത ഒരു എളിമയും വിനയത്തിൽ നിന്ന് ദൈവം ആരാണെന്ന് ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്. അതൊരു തരം പ്രഖ്യാപനമാണ്. അപ്പോൾ ദൈവം ആരാണെന്ന് അറിയണത് മാത്രമല്ല, അറിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന എൻ്റെ എക്സ്പ്രഷനില്ലേ, ആരാധ്യമായ അവിടുത്തെ തിരുസന്നിധിയും മാലാഖമാര് പോലും ഭയന്ന് വിറക്കുന്ന തിരുസന്നിധിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന അഡ്ഹിയറൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ വർക്കല്ല. അത് ഒരു ബോഡി ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യും.
ഇപ്പം ഓരോ നേർച്ചപ്പാടുകളൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ നിരങ്ങി വരും, ചിലർ ഉരുണ്ട് വരും, ചിലർ മുട്ടയും അടിച്ച് നടക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു സമർപ്പണത്തിൻ്റെ, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവരിത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ അത് ഒരു വലിയ ചീട്ടാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വെച്ചാൽ അവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കും. ബൈബിളെന്ന് പറയണത് എങ്ങനെ പെട്ടെന്ന് ദൈവത്തെ അനുഭവിക്കാവുന്ന ലോകത്തോട് പറയുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും വലിയ പുസ്തകമാണ്. എങ്ങനെ ദൈവത്തെ എത്ര പെട്ടെന്ന് അനുഭവിക്കാം കർത്താവിനെ കാണുമ്പോഴേ. പക്ഷെ അങ്ങനെയുള്ള ആരാധനയ്ക്കുള്ള ഒരു സമർപ്പണമില്ലേ, അത് നമ്മൾക്ക് അഭിഷേകമായിട്ട് കിട്ടണം. ഇപ്പം നമുക്കൊക്കെ ഉള്ളത് അപ്പന്മാർ പറഞ്ഞ, അപ്പം പറഞ്ഞ, അമ്മ പറഞ്ഞൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആചരിച്ചു പോകണം. അതല്ല, നമ്മുടെ ആത്മാവിൽ തന്നെ ഒരു അവബോധവും ഒരു തിരിച്ചറിവൊക്കെ വന്നിട്ട് നമുക്ക് അഭിഷേകമായിട്ട് കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന്. അങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ലിഫ്റ്റിംഗ്, ഒരു ഫേസ് ലിഫ്റ്റിംഗ് വരണത് നമ്മുടെ വിശ്വാസത്തിന്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസത്തെക്കാളും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു അനുഭവവും അഭിഷേകവും ആന്തരിക ബോധ്യവും ലഭിക്കാൻ ഞങ്ങളെ ഇപ്പോഴേ ഈ നിമിഷം ആരാധനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടുണ്ടിരിപ്പാനും ഞാൻ പോരാത്തവനാണ്, എന്നെ പുരക്കകത്തുവരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടുണ്ടിരിപ്പാൻ ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം കർത്താവേ, ഒരു വാക്ക് മതി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, യേശുവേ ആരാധന, ഒരു വാക്കുമതി യേശുവേ ആരാധന, എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്റെ കൂടെ ഞാൻ പോരാത്തവനാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓരോ ലെവലുകൾ നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോഴേ. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പ്രാർത്ഥിച്ചപ്പോൾ മനസ്സൊരുങ്ങിയിരുന്ന കുറച്ച് വിഷയങ്ങൾ ഈശോ അങ്ങ് മാറ്റുകയാണെന്ന് തോന്നുന്നത്. അതായത് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ലെവലിനെക്കുറിച്ച്, ശതാധിപനെക്കുറിച്ച് അത് ഓൺലൈനിലെ സന്ദേശമായി കയറി വന്ന വചനങ്ങളാണ്. അതാണ് 7:5 ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്, ശതാധിപൻ്റെ ഒരു വിശ്വാസം. ഇനി ഏതാണ്ട് അതേ റാങ്കിലുള്ള വിശ്വാസം വരുന്നത് രാജസേവകൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തണം. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്, 4-ാം അധ്യായത്തിൽ 50-ാമത്തെ തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ ആ വാക്ക് പറഞ്ഞ്, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. രാജസേവന്റെ ഭൃത്യന് പനിയാണ്, കടച്ചിലായ പനിയാണ്, മരണകരമായ പനി. അപ്പോൾ യഹൂദ അധികാരികൾ വിളിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് വിടുന്നൊരു ഭാഗമാണിത്. അതായത് ഈ വിഷയത്തിൽ
50 വരണ വചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഇതിലെന്നാ പറ്റിയത്? 51 പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യനെതിരെ വന്നു. അപ്പം പിന്നെ ചോദിക്കണത് ഏത് സമയത്താണ് അവൻ സൗഖ്യം പ്രാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈശോയെ കണ്ട് ഈശോ പറഞ്ഞു, ഈശോ എന്താ പറഞ്ഞു? 4:49 അതാണ് ഈശോ പറഞ്ഞ വാക്ക് ഉള്ളത്. യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാക്കതാണ്, യേശു പറഞ്ഞ വാക്കതാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അപ്പോൾ ഇവിടെ വരുന്ന വിഷയം, നമ്മളിതൊക്കെ ഒത്തിരി കേട്ടവരാണ്, പക്ഷെ കേട്ടതല്ല പ്രശ്നം. കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, കർത്താവിയുടെ വചനം വിശദീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഞാൻ ഇന്നുവരെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈശോ തന്നെ നേരിട്ട് പറയണം. വചനം വായിക്കുമ്പോൾ ഈശോ വെളിപാട് നൽകണം, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് ഈശോ വെളിപാട് നൽകണം. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് നമ്മൾ ഈശോയെ ആശ്രയിച്ചാണ് അത്തരം നിൽക്കുന്നത്. ഇപ്പം നമ്മൾ 2 വിശ്വാസം നമുക്ക് കിട്ടി. എന്താണ്? ഒന്ന് രാജസേവകൻ്റെ, ഒന്ന് ശതാധിപൻ്റെ. ഈ രാജസേവകൻ്റെ വിഷയം കണ്ടോ? 4:49 അവൻ്റെ ഭൃത്യനോട് പറയണ ഇതാണ്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണത്? എങ്ങനെയാണ് വചനം ആക്ടിവേറ്റ് ആകണം? ഇപ്പോൾ മൊബൈൽ ആക്ടിവേഷൻ നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വചനമെല്ലാം ഇതുപോലെ ആക്ടിവേഷൻ ഉണ്ടാകുകയാണ് നമ്മൾക്ക്. പക്ഷേ അതിന് നമ്മൾക്കതിൻ്റെ കൂടെ കറിയണം. വിശ്വാസത്തിനൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയത്തില്ലേ? എന്താണ്? ഒരു 200 വാട്ടാണ് എങ്കിൽ സ്റ്റെപ്പ് അപ്പിൽ കയറ്റി വരുമ്പോൾ അത് ചിലപ്പോൾ 400 ഡെവലപ്പ് ചെയ്യും. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കർത്താവിൻ്റെ വചനത്തിനെ ഇരട്ടിക്കരിക്കണ ഒരു സംവിധാനമുണ്ട്. അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള എളിമ, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തിന് ഓപ്ഷൻ വെക്കാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കണ എല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. ദൈവം ഒരു 200 വോൾട്ട് നമ്മളെ കയറ്റിയാൽ ഇത് കയറി ഇറങ്ങുമ്പോൾ ഉടനെ ഇത് 100 വാട്ടായിട്ട് കുറയും. എന്താണ്? ഓരോ വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. എന്താ കാര്യത്തിൽ ഇവർ ഓപ്ഷൻ വെക്കും. അതാണ് പ്രശ്നം. ഓപ്ഷൻ വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനെ നമ്മൾ യേശു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, വേറെ എന്തെങ്കിലും എന്ന സംവിധാനത്തിൻ്റെ ഓപ്ഷൻ ഉള്ളിൽ വെക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഡിവൈൻ പവർ ട്രാൻസ്ഫോമറിൻ്റെ കൂട്ടത്തിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് വരുന്ന ഓപ്ഷൻസാണ്. ഓപ്ഷൻ വെക്കാത്തതാണ് ശരിക്കും സ്റ്റെപ്പ് അപ്പായിട്ട് വരുന്നത്. ഇപ്പം ശതാധിപനോട് എൻ്റെ രാജസേവകൻ്റെ ഭൃത്യനോട് അവരോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്ത് ആ വാക്ക് അവൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് അപ്പായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും ഈ സ്റ്റെപ്പ് അപ്പ് ഉണ്ട്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഓപ്ഷനില്ല. ഇപ്പം ദാവീദിൻ്റെ ഈ സ്റ്റെപ്പ് അപ്പ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ദാവീദിൻ്റെ ആ ഉരുളൻ കല്ലിലാണ്. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറയുന്ന കുറച്ച് വചനങ്ങളുണ്ട്. എന്താണ് ദാവീദ് പറയുന്നത്? ദാവീദ് പറയണത്, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, എനിക്ക് ഓപ്ഷൻ ഇല്ലെന്ന് പറയും. നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുതിര ഒരു ഓപ്ഷനാണ് നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് ഓപ്ഷൻ ഇല്ല. അവിടെയാണ് വിഷയം. പത്രോസ് യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ പറയും നോ ഓപ്ഷൻ പ്ലേസ്, മറ്റൊരുവൻ രക്ഷയില്ല. ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇതാണ്. കാര്യം ചില ദൈവശാസ്ത്രജ്ഞന്മാരെങ്കിലും യേശുവിന് ഓപ്ഷൻ വെക്കുന്നുണ്ട്. അവരാണ് എല്ലാം ശരിക്കാരുണ്ടല്ലോ, എല്ലാം ശരിയാണെന്ന് പറയും. ഓപ്ഷനാണത്.
ദാവീദ് പറഞ്ഞു, നോ ഓപ്ഷൻ. നിൻ്റെ കയ്യിൽ കുതിര ഉണ്ടാകാം, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. നിൻ്റെ പരിചകൾ 700 ഷെക്കലാണ്, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്നതാണ്. നിൻ്റെ കുന്തത്തിന് 13 അടി നീളമുണ്ടാകാം, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഇത് ഒരു വിശ്വാസി എക്കാലവും പ്രഖ്യാപിക്കാൻ ബാധ്യതയാണ്. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാകാം, പക്ഷേ വി വിൽ നോട്ട് മൈൻഡ്. നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ എതിർപക്ഷത്ത് സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളിൽ സഭയുടെ വേഷം കെട്ടിട്ട വൈദികരുണ്ടാകാം, പക്ഷേ വി ഡോണ്ട് മൈൻഡ്. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാമെന്ന് പറയത്തില്ലേ? സങ്കീർത്തനം എന്താ പറയണത്? ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യൻ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസിൻ്റെ അനുസ്വാതന്ത്ര്യം ഉണ്ടായത്. നീ പോടാ, ഇതൊന്നും കാണിച്ച്, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് എൻ്റെ അടുത്ത് വരട്ടണ്ട. ഞാൻ കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. നീയൊക്കെ എൻ്റെ തലയിൽ കല്ല് വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ തലയൂട്ടി പൊട്ടിക്കുമ്പോഴും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് കാഴ്ച എന്നറിയാവോ? ഈ കാഴ്ച നീ കാണണമെങ്കിൽ ഒരു 10,000 ജന്മങ്ങൾ ഈ ഭൂമി ജനിക്കേണ്ടി വരും. ഞാനെന്താ കാണുന്നത്? സ്വർഗം തുറന്നിരിക്കണം ഞാൻ കാണുന്നുണ്ട്. ആരാണ് പറഞ്ഞത്? സ്റ്റീഫൻ പറഞ്ഞതാ. നമ്മൾ 7:55 വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:56. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഈ കാഴ്ച കാണണമെങ്കിലേ ഒരു 10,000 ജന്മങ്ങൾ ഇവിടെ ജനിച്ചിട്ടാൽ ഈ കാഴ്ച കാണത്തില്ല. ഈ കാഴ്ച കാണിക്കുന്ന ഒറ്റാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യ മനുഷ്യരക്ഷ നൽകാൻ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഈ അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ വിശ്വസിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. സ്വർഗം തുറക്കണത്. സ്വർഗം എന്തും തുറന്നിരിപ്പുണ്ട് അവിടെ, പക്ഷെ അന്ധന്മാർ കാണുന്നില്ല. എന്താ കാരണം? അവൻ്റെ കണ്ണുകളിൽ എഴുതാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഞ്ചനം മാത്രമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം എന്താ പറയണത്? നീ കാഴ്ച പ്രാപിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ചനം എന്നോട് വാങ്ങിക്കുകയെന്ന് 3:20 നമ്മൾ വായിക്കുന്നില്ലേ? ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് 3:18. വെളിപാട് 3:18. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വചനമാണ് ഈ അഞ്ജനം. ആത്മാവിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള വചനമെന്ന്. അഞ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കണ്ണുകളെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെ തുറക്കുന്ന അഞ്ജനം എന്താണ്? കർത്താവിന്റെ വചനമാണ്. അതാണ് നമ്മൾ കണ്ടിരിക്കണം. 4:49 ഈ യഹൂദ പ്രമാണി രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവിൻ്റെ തിരുസേന മധ്യസ്ഥം വഹിക്കാൻ വരുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ച് പോകുന്നത്, ആ രാജസേവകൻ വിശ്വസിച്ച് പോവുകയാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് പോവുകയാണ്. അവൻ്റെ കണ്ണുകളിൽ കർത്താവ് കാഴ്ചയുടെ അഞ്ജനം എഴുതി. ഈ അഞ്ജനം തന്നെയാണ് എസ്തപ്പാനോസിൻ്റെ കണ്ണുകൾ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവാണ് ഏകരക്ഷകനെന്ന്. ഞങ്ങൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു വേദി എന്ന നിലയിൽ അമ്മ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നതിൻ്റെ പേരിൽ 10,000 യേശുവിനെ അറിഞ്ഞ് സഭയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അമ്മയെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ സൈഡ്ലൈൻ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയെ എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഏറ്റുപറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷനില്ലാത്ത വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച ആദ്യത്തെ രൂപത്തിൻ്റെ പേര് പരിശുദ്ധ അമ്മയെന്നാണ്. സ്തുതിക്കട്ടെ. അഭിഷേകം ചെയ്യണമേ. ആരാധന. വിശ്വാസത്തോടെ പാടാം. ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ച
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നേരവും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കാത്തത്? 2-3 ഓപ്ഷൻ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഐദർ ഓർ, അതല്ലെങ്കിൽ ഇത്, യേശു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം, സാഹചര്യം. എപ്പോഴാണ് അന്ധത വരണത്? ഓപ്ഷൻ വെക്കുമ്പോഴാണ് അന്ധത വരണത്. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കുക? അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. കാനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു സെലക്ഷൻ ഉണ്ടല്ലോ അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലേ? വായ്പ വാങ്ങിക്കാം. ചടത്തിമാർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, കുടുംബത്തിൽ എന്തെങ്കിലും തീർന്നു പോയാൽ പിന്നെ ഉടനെ നമ്മൾ ഫോൺ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഫോൺ വിളിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ അയൽവാസികളുടെ ഒന്ന് വായ്പ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം. ഓപ്ഷനല്ലേ? കനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. തിരഞ്ഞെടുക്കാനുള്ള വേറെ ഒരു വകുപ്പുണ്ടല്ലോ. ഒന്നെങ്കിൽ അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം വീഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാം. 2 ഓപ്ഷനുണ്ട്, ഏറ്റവും കുറഞ്ഞത്. ആരെങ്കിലും വിടാം. പക്ഷെ അമ്മ ഈ ഓപ്ഷനൊന്നും എടുത്തില്ല. യേശു അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് സുവിശേഷം പറയണത്. യേശു നിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ്, ആ റെഫറൻസിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീസൺ ആയിരിക്കണം. ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ്. ഈ ഫസ്റ്റ് റെഫറൻസ് യേശു ആകണമെങ്കിൽ അതനുസരിച്ച് മൈൻഡ് പ്രോഗ്രാം ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വിശ്വാസം പ്രോഗ്രാം ചെയ്യും. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ ഇടിച്ച് എൻ്റെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കണത് ആദ്യം, അല്ലെങ്കിൽ ചിലർ എൻ്റെ മാതാവിയെ എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോഗ്രാംഡ് കറക്റ്റാണ്. പക്ഷേ നമ്മൾ ചെയ്യണത് എന്താണ്? ചെയ്യണത് ആദ്യം മരുന്ന് ചെയ്യും, പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് വരണത്. മരുന്ന് ചെയ്യേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മരുന്ന് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? മരുന്നോ ലേപനോ അല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുന്നത്. വചനം ഇതെല്ലാം മനുഷ്യന് കൊടുത്ത അറിവാണ്. ആ അറിവിനേക്കാൾ വലുതാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കാനുള്ള കർത്താവിൻ്റെ കൃപ. പക്ഷേ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അത് പലപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ആയി പോകാൻ കാര്യം എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സെക്കൻഡായി പോയിരുന്നേരം അമ്മ വീഞ്ഞ് വായ്പ വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ, അല്ലെങ്കിൽ വീഞ്ഞ് കടം വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ പ്രായോഗികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഫസ്റ്റ് റെഫറൻസ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിരിച്ച് പിടിച്ച് നിന്നിട്ട് വേണം ബാക്കി അങ്ങോട്ടും എങ്ങനെ മൂവ് ചെയ്യാൻ. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും കൊന്തയെടുത്ത് തിരുമ്മിക്കൊണ്ട് വേണം ആശുപത്രിയിൽ പോയി പോകാൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പോൾ നീ ഗർഭിണിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം വന്ന് പെട്ടെന്ന് റെഫറൻസ് എന്താ? പരിചയമുള്ള ഗൈനക്കിനെ വിളിക്കും. അതപ്പോൾ ഫസ്റ്റ് റെഫറൻസ്. സെക്കൻഡ് റെഫറൻസിലാണ് ഈശോ വരണത് അല്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് റെഫറൻസിലേക്ക് വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിലേക്ക് വരണത്. അതായത് നമ്മൾക്ക് അടുത്ത ശ്വാസത്തിൽ യേശുവിൻ്റെ എന്ത് അത്യാഹിതത്തിന്, ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നവർ, ഉയർന്ന നിലവാരമുള്ള വിശ്വാസം നിലനിർത്തുന്നവർ ദൈവത്തോട് ബന്ധമുള്ളവരാണ്. ഒരു 97% നീ അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്നറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? നിൻ്റെ സന്തോഷ സമയത്ത് നീ ആരെയാണ് ഓർക്കണത്? എന്തിനാണ് ഓർക്കണത്? ദൈവത്തെ ഓർക്കുമായിരിക്കും, പിറ്റേ ദിവസം ഓർക്കുമായിരിക്കും, അവിടെ വെച്ച് പോയി നിൻ്റെ പരിപാടിയില്ല. ഇപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും, അത് ആരായാലും വിളിക്കും. പക്ഷേ നിനക്ക് സന്തോഷം വരുമ്പോൾ നീ പരീക്ഷ ജയിച്ച് ഉന്നതമായ വിജയം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം ചിലവ് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണെങ്കിലും കുടുംബം നടത്തി കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ
നമ്മളോർക്ക് ഞാൻ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നീയാണ് ഫസ്റ്റ് റെഫറൻസിൽ വരണത്. നിനക്ക് ജോലി ചെയ്യാൻ ആവത് വേണ്ടേ? ജോലി ചെയ്യാൻ അവസരം വേണ്ടേ? ആവതും അവസരവും തന്നത് ആരാണ് എന്ന് ഇപ്പോൾ ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അവർ പറയും അവരാണെന്ന് പറയും. അത് കുഴപ്പമില്ല, കാരണം അവർ ഈശ്വര വിശ്വാസി അല്ലല്ലോ. അവർക്ക് ഈ ലോകം മാത്രമല്ലേ ഉള്ളൂ. അവരെന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ. പക്ഷേ ഈശ്വര വിശ്വാസിയായ നിനക്കൊരു സന്തോഷം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം എൻ്റെ ആവതും അവസരവും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടി നിന്ന് നന്ദി പറയാൻ കഴിയാതെ, അത് എനിക്ക് കഴിവുള്ളതുകൊണ്ടാണ്, എനിക്ക് കഴിവുള്ള എന്നെ വിളിക്കുക എന്നൊക്കെ ഓരോ കമ്പനിയിൽ പോണ കാര്യമൊക്കെ നീ ചിന്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കാര്യം സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് പോകും. എൻ്റെ മക്കളെ എന്നും കൊന്നും ഇങ്ങനെ ഒരു ബറാബർ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഇത് വളരണം. അതുകൊണ്ടാണ് ഞാൻ ഈ തത്തമ്മയും പൂച്ച ഈസോപ്പ് കറയും പഞ്ചതന്ത്രം കഥയൊന്നും പറഞ്ഞ് അൽത്താറെ ഞാൻ പറയത്തില്ല ഈ സാധനമൊന്നും. എന്താ കാര്യം? അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചില ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ അറിയുന്ന എന്ത് ബോധം പോകും, അവരുടെ റിലേ പോകും. അവർ യൂണിയനും സാമരവും മറ്റു കാര്യങ്ങളൊക്കെ പറയണം. ഇതൊന്നും പറയാൻ ഒരു ബാധ്യതയും ആരും അനുവദിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനമാണ് പറയേണ്ടത്. അവിടെ കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥലമാണ്. അത് പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കൃപ നിനക്ക് കാലക്രമേണ ദൈവം തിരിച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, നിനക്കൊരു സന്തോഷം വന്നു, നിൻ്റെ കുഞ്ഞ് ജയിച്ചു, അല്ലെങ്കിൽ അതിനൊരു ട്രോഫി കിട്ടി, ഉടനെ കർത്താവെന്ന് വിളിക്കണം. കർത്താവെന്ന് വിളിച്ച് കർത്താവ് നന്ദി പറഞ്ഞിട്ട് വേണം ബാക്കി. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പോലെ ഡിവൈൻ പവറിൻ്റെ സ്റ്റെപ്പ് അപ്പിങ് വരണത് അങ്ങനെയാണ്. ഡബിൾ ഓപ്ഷൻ ഇല്ലാതെ വയ്ക്കുന്ന സിംഗിൾ ഓപ്ഷൻ, അത് കർത്താവാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നത്, പിതാവേ കർത്താവ് ഈ തെറ്റ് അവരുടെ മേലെ ആരോപിക്കരുതേ, നീ അവരോട് ക്ഷമിക്കണമേ. അതാ സംഭവം. എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച വചനമാണ്. ആ വചനമാണ് സ്റ്റീഫൻ പറയണത്, ഈ തെറ്റ് അവരുടെ മേൽ നീ ആരോപിക്കരുതേ, മറിച്ച് നീ അവരോട് ക്ഷമിക്കണമേ. അപ്പം അതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞോടുകൂടി, വചനം പറഞ്ഞോടുകൂടി ഇവൻ്റെ മുഖം സ്വർഗ്ഗദൂതന്മാരുടെ മുഖം പോലെ അങ്ങ് ശോഭിക്കും. സ്വർഗ്ഗദൂതന്മാരുടെ മുഖം പോലെ ശോഭിക്കും. ഈ വചനവും മുഖത്തിൻ്റെ ശോഭയുമാണ് അതായത് ആ വേട്ടക്കാരനായ സാവൂളിനെ ഒതുക്കിക്കളഞ്ഞത്. സാവൂൾ ഇതും ചിന്തിച്ചോടാണ് കുതിരപ്പുറത്ത് പോണത്. അടുത്ത ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് സ്റ്റീഫൻ്റെ മുഖം ഇവൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. കാര്യം ഇവൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സ്വർഗത്തോട് നോക്കി കണ്ടിട്ടില്ല. ഇവൻ തന്നെ ഗമാലിയൻ്റെ ശിഷ്യനായിട്ട് വലിയ ഫരിസേനാണ്. നിങ്ങൾ ഫരിസേനാണോ എങ്കിൽ ഞാനും ഫരിസേനാണ്, നിങ്ങൾ റോമൻ പൗരനാണോ എങ്കിൽ ഞാനും റോമൻ പൗരനാണെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തി കേമത്തം നടിക്കണമെന്നല്ലാതെ സ്വർഗം കണ്ടിട്ടില്ല. അപ്പം തങ്ങൾ കല്ലെറിയുന്ന ഒരു മനുഷ്യൻ, കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന മനുഷ്യൻ ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സ്വർഗം കണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കാലങ്ങളെല്ലാം പ്രാർത്ഥിച്ച പഴയ നിയമത്തിൻ്റെ മുഴുവൻ വചനങ്ങൾ, മുഴുവൻ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു, ഗമാലിയേലിൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് ഞാനിതെല്ലാം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ലെങ്കിൽ, സ്വർഗം കാണണമെങ്കിലേ, സ്വർഗത്തെ വെറുതെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിലേ അവൻ കർത്താവ് യേശുക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് സാവൂളിന് മനസ്സിലായി. അതോടുകൂടി ഇടിമിന്നലേറ്റ് അവൻ വീഴും. സാവൂൾ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. അപ്പോഴാണ് പിന്നെയാണ് സ്വർഗം കാണാനുള്ള യാത്ര പൗലോസ് തുടങ്ങണത്. പൗലോസ് പറയണത് 14 വർഷത്തിന് മുമ്പ് ഞാൻ സ്വർഗം കണ്ടെന്ന് പറയും. അത് ആത്മാവോട് കൂടിയാണോ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. അപ്പോൾ കർത്താവിൻ്റെ വേദസാക്ഷികളെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ സഹന സമയങ്ങളിലും എന്താ പറയണത്, നമ്മൾ കർത്താവിൻ്റെ വചനം കൊളോസ്യൻസ് 3 അധ്യായമൊക്കെ വായിക്കുമ്പോൾ, കൊളോസ്യൻസ് 3 അധ്യായത്തിൽ ഒത്തിരിയേറെ വചനങ്ങൾ, ദൈവികമായ രഹസ്യങ്ങളുള്ളതാണ്. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പൗലോസിൽ നിന്ന് അനുഭവങ്ങൾ അറിയണത്. പൗലോസ് എന്താ പറഞ്ഞത്? ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ. അച്ഛൻ ഇടയ്ക്ക് പറയുന്ന വചനമാണ്. കാര്യം എനിക്ക് അഭിഷേകം കിട്ടിയ വചനമാണത്. എൻ്റെ ശുശ്രൂഷക്കാലത്ത് എനിക്ക് മാത്രം ദൈവം തിരിഞ്ഞു തന്നൊരു വചനമാണത്. ഞാൻ എപ്പോഴും പറയുമത്. പക്ഷേ ഒരു തരത്തിലല്ല, പലതരത്തിൽ പറയും. പലതരത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ് സുവിശേഷം. എന്താണ്?
ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യസ് 3:11 വായിക്കത്തില്ലേ, ക്രിസ്തു എല്ലാമാണ്. അതാണ് ഈ ഓപ്ഷൻ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? തിരഞ്ഞെടുപ്പ് അതായത് ക്രിസ്തു എല്ലാമാണ്, പിന്നെന്താണ്? എല്ലാവരിലുമാണ്. ഈ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പൗലോസ് എത്രയോ വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്. പക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ആരാണ്? അമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നത്. പെട്ടെന്ന് അമ്മ വീഞ്ഞ് തീർന്നു പോയപ്പോഴേ പെട്ടെന്ന് അമ്മ വായ്പയ്ക്ക് വിടാതെയോ വിലക്ക് വാങ്ങിക്കാൻ വിടാതെയോ നേരെ ഈശോൻ്റെ അടുത്ത് വരാൻ കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. മനസ്സിലായോ? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കുണ്ടായിരുന്ന ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ പോകും. എന്താണ്? നമ്മൾ അവിടെ ഇവിടെ അന്വേഷിച്ച് ആശ്രയിക്കത്തില്ല, ആദ്യം യേശുവിൽ തന്നെ അന്വേഷിക്കും. ഈ ഓപ്ഷൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കര സീരിയസാണ്. ഓപ്ഷന് മലയാളത്തിൽ എന്നാ പറയണ? തിരഞ്ഞെടുപ്പ്. അതായത് ഐദർ ഓറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു സംഭവമാണ്, വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു സംഭവമാണെന്നാണ് ഇപ്പോൾ ഈശോ പറയണത്. ഈശോ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും ഓപ്ഷനൊന്നും ഓർത്ത് പഠിച്ചു വന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ വിഷയത്തിൽ അമ്മയ്ക്ക് യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നാണ് ഇപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കറിയാം. കൊളോസ്യസ് 3:11 പത്രോസ് എഴുതുന്നതിന് മുമ്പ് എത്രയോ വർഷം മുമ്പേ അമ്മയ്ക്കറിയാം ക്രിസ്തു എല്ലാമാണ്. അതുകൊണ്ടാണ് അമ്മ വിഞ്ഞ് തീർന്നു പോയപ്പോൾ ഓപ്ഷൻ വെക്കാതെ, അയൽവാസിയുടെ വീട്ടിൽ പോയി വായ്പ ചോദിക്കാതെ, അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാതെ ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെയാണ് വന്നത്. ആ ലളിതമാണെങ്കിലും ആ ആവശ്യം ചെറുതാണെങ്കിലും അമ്മ പറഞ്ഞാൽ ഈശോ അത് വീഞ്ഞായാലും അപ്പമായാലും ഇനി കാലാന്തരത്തിൽ വരാൻ പോകുന്ന ഭ്രാന്തന്മാരുടെ ചികിത്സ, ഒരു ഭ്രാന്തനെയും പിശാചബാധനെയും ഈശോ ചികിത്സിച്ചില്ലേ, അത് തൊട്ട് ഒരു മനുഷ്യനെ രക്തസ്രാവ രോഗിയുടെ ചികിത്സ, ജായറൂസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ക്രിസ്തുവിലുണ്ടെന്ന്, ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം മനസ്സിലാക്കിയ ആൾ അമ്മയാണ്. അതാണ് കാനായിലെ കല്യാണത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയത് അമ്മയാണെങ്കിൽ, അമ്മയുടെ മധ്യസ്ഥത നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴേ നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ വിദാസമുണ്ടാകുന്നു വേഗം കൂടി കൂടിയേക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ്? അവൻ പറയണത് പോലെ ചെയ്യാൻ. നിങ്ങൾ നൊവേന കൂടിക്കുക കൂടാതിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതല്ല, ഉടമ്പടി കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് പ്രാർത്ഥനകൾ പോലെ അല്ല ഇതൊരു ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ്. കാര്യം ഇതെന്താ? ഇതൊരു ഡൂയിങ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടി അവൻ പറയണത് പോലെ ചെയ്യുക. അല്ല, നമ്മൾ ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല ഇത്. ഇപ്പം നമ്മൾ നൊവേന ചൊല്ലുന്നു എന്ന് പറയത്തില്ലേ, പക്ഷേ ഇത് ചെല്ലാനുള്ള പ്രാർത്ഥനയല്ല. അഥവാ ഇതിൻ്റെ കാമ്പെന്ന് പറയുന്നത് ചൊല്ലലല്ല, ചെയ്യലാണ്. ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നവരെ, ഇപ്പം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നവരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വേണം അതുപോലുള്ള സുവിശേഷ വേലകൾ ചെയ്യാൻ. രോഗികളെ കുളിപ്പിക്കുന്നവരുണ്ട്, രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അനാഥരെ സന്ധിക്കുന്നവരുണ്ട്. അതിനെ ചെയ്യലാണ്. അതായത് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ ദിവ്യകൃപാനയിൽ പോലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ ഒരു വിഷയം കുടുംബത്തിലുണ്ടാകുമ്പോഴേ മാനുഷികമായ പല സങ്കേതങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്താതെ ഒന്നാമത്തെ അഭയം, ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ്, ഒന്നാമത്തെ ആശ്രയം യേശുവിന്റെ നാമം മാത്രമാകാൻ, അതുവഴി എന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക വഴി എന്റെ ജീവിതത്തിലെ ദൈവവചനങ്ങളെ ഇരട്ടി ശക്തിയോടുകൂടി ഫലപ്രദമായി പ്രയോഗിക്കപ്പെടാൻ സുവിശേഷത്തിന്റെ നലം തികഞ്ഞ സാക്ഷികളായി മാറാൻ എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് ഒരുക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.